പണ്ട് പരാശരൻ എന്ന മുനീന്ദ്രൻ പാരതെ നേരം പുലർകാലെ വന്നു. കാളിന്തി തൻകരെ വന്നു നിന്നന്ന് കാളിയം കന്യക പെണ്ണിനോടായി തോണിയിറക്കിടുവാൻ മെല്ലെ മാമുനി അന്നു ചൊല്ലി രകത്തെയും. അന്നേരം കന്യകയാകിയ കാളി മാമുനിയായ പരാശരനോട് ഇത്തം പറഞ്ഞു നേരം പുലർന്നാട്ടെ ആളുകളും കുറെ വന്നാട്ടെ തെല്ലു നേരം കഴിഞ്ഞാൽ തോണിയിലക്കരയാക്കിടാൻ ഞാൻ രകത്തെയും. വല്ലായ്മയൊന്നും ഈ നേരത്ത് എന്നോട് തോന്നിയിടല്ലേ രകത്തെയും. അർക്കനുദിച്ചുയരുന്നതിനു മുമ്പ് അക്കരെ എത്തണം പെണ്ണെ എനിക്ക്. തർക്കിച്ചു നിന്നു സമയം കളഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങളെല്ലാം മുടങ്ങും. കൂലിക്കു പേശ വേണ്ട നിനക്കായതിൽ ശങ്ക വേണ്ട രകത്തെയും. 1000 ആളിറങ്ങും കൂലി ഞാൻ നിനക്കിന്നു നൽകാം. 1000 ആളിറങ്ങും കൂലി ഞാൻ നിനക്കിന്നു നൽകാം രകത്തെയും. അന്നേരം കന്യകയാകിയ കാളി മാമുനി പരാശരനോടായിത്തം പറഞ്ഞു അർക്കനുദിച്ചുയരുന്നതിന് മുമ്പ് അക്കരെ എത്തണം പെണ്ണെ എനിക്ക്. തർക്കിച്ചു നിന്നു സമയം കളഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങളെല്ലാം മുടങ്ങും. കൂലിക്കു പേശ വേണ്ട നിനക്കായതിൽ ശങ്ക വേണ്ട രകത്തെയും. 1000 ആളിറങ്ങും കൂലി ഞാൻ നിനക്കിന്നു നൽകാം. എന്നാൽ മുനിവര തോണിയിറക്കാം, തോണിയിലക്കര കൊണ്ടു ചെന്നാക്കാം. അട്ടെ കയറിയിരുന്നട്ടെ വേഗം തെല്ലു സമയം ഇനി കളയണ്ട. കൂലിക്കു പേശ വേണ്ട നിനക്കായതിൽ ശങ്ക വേണ്ട. 1000 ആളിറങ്ങും കൂലി ഞാൻ നിനക്കിന്ന് നൽകാം രകത്തെയും. അഞ്ഞു വലിച്ചോടം തള്ളി നീക്കി രകത്തെയും. ചഞ്ചലാക്ഷി മണിയാകിയ കാളി ചേലോടെ തോണി തുഴയുന്ന കണ്ട് കാവ്യവസ്ത്രം ധരിച്ച മഹാമുനി പാടെ പരിസരബോധം മറന്നു. കാളിയം പെണ്ണിനോടായി കാര്യമന്വേഷണമായി മുനി രകത്തെയും. എന്തു നിനക്ക് പ്രായം, നിന്റെ പേരെന്നു ചൊൽക പെണ്ണെ രകത്തെയും. കാളി എന്നാണെൻ്റെ പേര് മുനീന്ദ്ര, ജോലി കടത്തലുമാണ്. കാളിന്തി അക്കരെയാണെൻ്റെ വാസം, പ്രായമേതാണ്ട് 17 എന്തിനിക്കാര്യമെല്ലാം മാമുനി എന്നോട് കേട്ടിടുന്നു രകത്തെയും. പന്തിയേടായതൊന്നും ചിന്തിച്ച് സമയം കളഞ്ഞിടേണ്ട. അക്കരെ എത്തുവാൻ ഒത്തിരിയുണ്ടു. ആ നേരം അത്രയും ഒറ്റയ്ക്കിരുന്ന ഇത്തണുപ്പത്തെഞ്ചട നശിച്ചിടും. ആയതിനാലെ ഞാൻ അങ്ങോട്ട് വന്ന് അപ്പടി തന്നിലേറി സ്വല്പസമയം ഇരുന്നിടട്ടെ രകത്തെയും. ആരും അറിയയില്ല നേരം പുലരുവാനുണ്ടെനിയും രകത്തെയും. ആരും അറിയയില്ല നേരം പുലരുവാൻ. അയ്യോ, ഇതെന്തൊരു നാണമില്ലാത്ത കാര്യങ്ങളാണ് പുലമ്പുന്നതെന്ന്. മാമുനിയാകിയ നിന്നോട് കൂടെ പോരുവാൻ നീ ഇത്ര പേടിപ്പതെന്ന്. പരിപ്പുകൾപ്പെടുത്താൻ കൃഷി പൂങ്കാവനാണ് പെണ്ണെ രകത്തെയും. നിൻ മുന്നിൽ വന്നു നിൽക്കും പരാശരൻ ആണെന്നറിയ പെണ്ണെ രകത്തെയും. തം പറഞ്ഞു മുനിയങ്ങടുത്തു സത്യം കാളിയെ തൻ വശത്താക്കി. തൽക്ഷണം തോണിയിൽ പൂജാതനായ സത്യദേവന്റെ നായകനായി വേസമഹർഷിയായി ഭാരത കാവ്യരചിതാവായി രകത്തെയും. പിന്നെ വിശ്വാമിത്രൻ എന്ന മഹർഷിക്ക് മേനകയെ കണ്ട് കോപം കലർന്നു. സന്താനമറ്റു വന്ന കാര്യം നീ അറിഞ്ഞില്ല പെണ്ണെ രകത്തെയും. പിന്നെ നിന്റെ കാര്യം വെറും നിസാരമല്ലേ പെണ്ണെ രകത്തെ.